السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ അഖീദയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് അതിൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ആരംഭിച്ചു. അല്പഭാഗം അതിൽ നിന്ന് വിശദീകരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചു. എന്താണ് ഹദീസ്? മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മർയം വറൂഹും മിൻ والجنة حق والنار حق أدخله الله الجنة على ما كان من العمل എന്ന് പറഞ്ഞ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, ഒരു പങ്കുകാരില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദാസനും ദൂതനുമാണ്. ഈസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ദാസനും ദൂതനുമാണ്. മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത വാക്കിലൂടെ ഉണ്ടായതാണ്. അല്ലാഹുവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട, പ്രത്യേകമായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്നൊക്കെ ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പ്രവർത്തിച്ച കർമ്മം എന്താണെങ്കിലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലെങ്കിൽ അവൻ പ്രവർത്തിച്ച കർമ്മത്തിനനുസരിച്ച് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പറയാത്ത, കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിൽപ്പെട്ടതാണ് നരകവും സ്വർഗവും സത്യമാണ് എന്നതിൻ്റെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലല്ല. അപ്പം നമുക്ക് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്താണ് എന്ന് നമ്മൾ അത് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ കൂടെ ചേർത്ത് പറഞ്ഞിരുന്നു. എന്താണ്? അതെ, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാൽ അത് ഇപ്പോഴും നിലവിലുണ്ട്. മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു, ഇപ്പോഴും നിലവിലുണ്ട്. അതിനെന്തില്ല? അവസാനമില്ല, അന്ത്യമില്ല. അത് അവസാനിച്ചു പോകുന്ന ലോകമല്ല. അത് അഹ്ലുസുന്നയുടെ നരകസ്വർഗങ്ങളുടെ വിഷയത്തിലുള്ള വിശ്വാസമാണ്. മുഅ്തസിലികളിൽ ഒരു വിഭാഗം ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? നരകം നിന്നുപോകും, നരകസ്വർഗം കുറച്ച് കഴിഞ്ഞ് നിന്നുപോകും, അത് അവസാനിക്കും എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം വഹുമ മഖ്ലൂഖത്താൻ, സൃഷ്ടിക്കപ്പെട്ടതാണ്, ബാഖിയത്താൻ, ഇപ്പോഴും നിലനിൽക്കുന്നതാണ്, ലാ തഫ്നയാൻ, അത് അവസാനിക്കുകയില്ല, വമാ ഫീഹിമ, അതിലുള്ളതും അവസാനിക്കുകയില്ല, അതിപ്പോൾ നിലവിലുള്ളതാണ്. അതുപോലെ തന്നെ അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ സാക്ഷ്യവചനം പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവും ദൃഢതയും, അറിവോടും ദൃഢതയോടും കൂടിയുള്ള പ്രഖ്യാപനമാണ് സാക്ഷ്യം. നമ്മൾ കുറെ തവണ ആയിട്ടോ പറയണേ, വെറും വാക്കല്ല. നമ്മൾ പലതവണ ഇത് പറഞ്ഞു. അറിവ് വേണം, ദൃഢത വേണം, ഇൽമു വേണം, യഖീന് വേണം. അപ്പം വിവരമില്ലാതെ പറഞ്ഞാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, വിവരം അറിയില്ല, അതിനെക്കുറിച്ച് അറിവില്ലാതെ പറഞ്ഞു, സാക്ഷിയാവോ?
ആവൂല. ഇൽമ് വേണം. ജഹലുണ്ടായാൽ സാക്ഷിയാവൂല. അറിവൊക്കെ ഉണ്ട്, പക്ഷെ അത് ദൃഢമായി വിശ്വസിക്കുന്നില്ല. അള്ളാഹു അല്ലാത്തവർക്കും കുറച്ചൊക്കെ പ്രാർത്ഥന കൊടുക്കാം, അള്ളാഹ് അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ മാത്രം അള്ളാഹിനെ ആരാധിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ സാക്ഷ്യവചനത്തിൽ എന്തില്ല? ദൃഢതയില്ല, സംശയമാണ്, ശക്കാണ്. എന്നാലും അങ്ങനെ തന്നെ ഉണ്ടോ, അങ്ങനെയാണോ എന്നൊക്കെ തോന്നുക, അത് സംശയമാണ്. അപ്പൊ സംശയം ഉണ്ടാകാൻ പാടില്ല, ദൃഢത ഉണ്ടാകണം. അജ്ഞത ഉണ്ടാകാൻ പാടില്ല, എന്ത് വേണം? അറിവുണ്ടാകണം. ഇത് രണ്ടും ഉണ്ടായിരിക്കെ ഒരാൾ നടത്തുന്ന പ്രഖ്യാപനമാണ് എന്ത്? സാക്ഷ്യം, ഷഹാദത്ത്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ പറയണം. നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിവോടുകൂടി ബോധ്യപ്പെട്ട് പറയണം. അങ്ങനെ പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ അലാ മാ കാന അലൈഹി മിനൽ അമൽ, അലാ മാ കാന മിനൽ അമൽ, അവൻ ഏത് പ്രവർത്തനമാണോ അവനുള്ളത് അതനുസരിച്ച് എന്നും അതിനർത്ഥം വെച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഏത് കർമ്മം അവൻ ചെയ്താലും എന്നർത്ഥവും വെക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ഏത് കർമ്മം ചെയ്താലും എന്നർത്ഥം വെക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അവൻ ഹറാമുകൾ, നിഷിദ്ധങ്ങൾ, അള്ളാഹു നിർബന്ധമാക്കിയ ബാധ്യതകൾ ഇതൊക്കെ ഒഴിവാക്കിയാലും അവസാനം അവൻ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അവൻ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടവൻ സ്വർഗത്തിൽ എത്തും. ഇനി അവന്റെ കർമ്മം അനുസരിച്ച് എന്ന് പറഞ്ഞാലോ, അവന്റെ കർമ്മത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാലോ അതും അങ്ങനെ തന്നെ. അവൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ് അവന് സ്വർഗം ലഭിക്കുക. ചിലപ്പോൾ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവൻ ചെയ്ത തിന്മകൾക്കുള്ള കുറ്റം, അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. കാരണം അവന് തൗഹീദുണ്ട്, റിസാലത്ത് അംഗീകരിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. അപ്പൊ സ്വർഗം അവനുണ്ട്. ഒന്നുകിൽ അവൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക ആർക്കാണ്? നമ്മൾ പറഞ്ഞു, തൗഹീദ് സാക്ഷാത്കരിച്ചവർക്കാണ്. തൗഹീദിന്റെ നിർബന്ധമായ സാക്ഷാത്കാരം അടുത്ത അധ്യായം തന്നെ തൗഹീദിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ചാണ്. അപ്പോൾ തൗഹീദ് പൂർണ്ണമായും അതിന്റെ വാജിബായ നിർബന്ധമായ സാക്ഷാത്കാരം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല. ഇനി ഒരാളുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ബാധ്യതകൾ അവൻ വീഴ്ച വരുത്തി, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ അവൻ ചെറുപാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു, തൗബ ചെയ്യാതെ ചെറുപാപം ജീവിതത്തിലുടനീളം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവന് തൗഹീദിന്റെ നിർബന്ധമായ സാക്ഷാത്കാരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അസ്ലു തൗഹീദ് ഉണ്ട്, പക്ഷെ തൗഹീദിന്റെ സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ല. അപ്പോ രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ അവൻ ചെയ്ത കുറ്റങ്ങൾക്കൊക്കെയുള്ള ശിക്ഷ അവൻ അനുഭവിച്ചതിന് ശേഷം അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു മഹത്തായ ഔദാര്യം കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തെടുക്കാം? മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുത്ത് നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും സാധ്യത ഉണ്ട്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് അള്ളാഹു സുബ്ഹാനഹു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും എന്ത് ചെയ്താം? പുറത്തു കൊടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു സാധ്യത മാത്രമാണ്. അപ്പുറത്ത് മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട്. എന്താ? തൗഹീദുള്ള ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ പ്രവേശിച്ച് അവർ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ് കരിക്കട്ടകളായിട്ട് പിന്നെ അള്ളാഹു അവരെ നെഹ്റുൽ ഹയാത്തിൽ മുക്കിയെടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുക എന്നുള്ളത് മഹാവിഡ്ഢിത്തമാണ്, അല്ലേ? തൗഹീദ് ഉണ്ടായ കഴിച്ചിലാവുമല്ലോ എന്ന് വിചാരിച്ച് അഥവാ കഴിച്ചിലായില്ലെങ്കിലോ, അഥവാ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം ലഭിച്ചവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ അയിമൽ തൂങ്ങി നിന്നാൽ ചിലപ്പോൾ ആ തൂങ്ങി നിൽക്കലായിരിക്കും ചിലപ്പോൾ എന്തിന് കാരണമാവുക? ശിക്ഷക്ക് കാരണമാവുക. വലാ യഅ്മനു മിൻ മക്രില്ലാഹി, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അമ്നുണ്ടാവുക. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത് ഫാസിഖീങ്ങളുടെ, തെമ്മാടികളുടെ ലക്ഷണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അപ്പോൾ
അതുപോലെ തന്നെ ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹദീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു കലിമത്തു അൽഖായ മറിയം വറൂഹും മിൻഹു വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ അദ്ഖലഹു അല്ലാഹുൽ ജന്ന എന്ന് പറഞ്ഞ ഹദീസ്, അതിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു അല്ലേ? അതും കൂടി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, അവന് സ്വർഗം ലഭിക്കാം. അപ്പൊ അങ്ങനെ ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താ പറയാ? ഷുറൂത്തുൻ, എന്താ പറയാ, എങ്ങനെയുള്ള ഷർത്ത്, എങ്ങനെയുള്ള കണ്ടീഷനുകളാണത്? ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഉള്ളിലല്ല, അതിന്റെ കൂടെ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് അല്ലെ? ഷഹാദത്തു അല്ലാ ഇല്ലല്ലാഹ് മാത്രം ഉണ്ടായാൽ പോരാ, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂൽ ഉണ്ടാവണം അല്ലെ? ഷഹാദത്തു അന്ന ഈസ അബ്ദുല്ലാഹി റസൂൽ ഉണ്ടാവണം, ജന്നത്ത് ഹഖ് നാറ് ഹഖ് എന്നുള്ള ഷഹാദത്ത് ഉണ്ടാകണം. ഈ ഷഹാദത്തൊക്കെ ഉള്ളവർക്ക് അപ്പൊ ഷഹാദത്തു അല്ലാ ഇല്ലല്ലാഹിന്റെ കൂടെ വേറെ കാര്യങ്ങളും കൂടി വേണം. അതിനാണ് ഷുറൂത്തുൽ വാഹിറ എന്ന് പറയാം അല്ലെ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ ഉണ്ടാകേണ്ട, പുറമെ ഉണ്ടാകേണ്ട ഷർത്തുകളാണ്, നിബന്ധനകളാണ്. അതും കൂടി പാലിക്കപ്പെടുമ്പോഴാണ് നേരത്തെ പറഞ്ഞ സ്വർഗം കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, മുഹമ്മദ് റസൂൽ ഉണ്ടാവണം. ഈസാ നബി അള്ളാഹിന്റെ അബ്ദു റസൂൽ എന്ന് വിശ്വസിക്കണം. നരകം സ്വർഗം വേണം. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പുറമല്ലേ, ഉള്ളിലുള്ളതല്ല. അപ്പൊ പുറമെ തന്നെ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ സ്വർഗപ്രവേശനം സാധ്യമാവുക. ഈ അടുത്ത ഹദീസ് ഇത്ബാൻ റളിയല്ലാഹുവിന്റെ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അല്ലേ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ അള്ളാഹുവിന്റെ മുഖമാണ് അവൻ കാക്ഷിക്കുന്നതെങ്കിൽ, അവൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, വേറെ ആളുകളെ പുകഴ്ത്തലോ സാമ്പത്തിക നേട്ടമോ ഐഹികമായ വിഭവങ്ങളോ ആളുകളെ പുകഴ്ത്തലോ ഒന്നുമല്ല. അവന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിന്റെ മുഖമാണ് അവൻ കാക്ഷിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ ഇഷ്ടവുമാണ് അവൻ തേടുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം അവന് നിഷിദ്ധമാക്കി. അപ്പോ ആ ഹദീസിൽ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് അല്ലെ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഉള്ളിലുള്ള കണ്ടീഷനാണോ പുറത്തുള്ള കണ്ടീഷനാണോ? ഉള്ളിലുള്ള കണ്ടീഷനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ എന്ത് വേണം? ഇഖ്ലാസ് വേണം. പുറമെ വേറൊരു കാര്യം ചെയ്യാനാണോ പറഞ്ഞത്? അല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മൾ പലതവണ പറഞ്ഞാണ് സംഭവം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നരകം നിഷിദ്ധമാകും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും എന്നൊക്കെ പറയുന്ന പല ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ചില കാര്യങ്ങളും കൂടി മറ്റു പല ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രകടമായ പ്രത്യക്ഷമായ നിബന്ധനകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ നിസ്കാരം വേണം, നോമ്പ് വേണം, ഹജ്ജ് വേണം, സക്കാത്ത് വേണം, വൻപാപങ്ങൾ വെടിയണം. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ ഉണ്ടാകണമെന്ന് പല ഹദീസിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതും കൂടി ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന് സ്വർഗപ്രവേശിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം ഹറാമാക്കും എന്ന് പറഞ്ഞ പ്രതിഫലങ്ങൾ ഉള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടെ ഉണ്ടാകേണ്ട പ്രത്യക്ഷമായ നിബന്ധനകളാണ്. ഇനി പരോക്ഷമായ നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇഖ്ലാസോട് കൂടി പറയണം, അള്ളാഹുവിന്റെ വജ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് പറയണം, സത്യസന്ധമായി പറയണം. കാപട്യത്തോടു കൂടി കാര്യമുണ്ടോ? കാര്യമില്ല. അതിനോടുള്ള ഇഷ്ടത്തോടു കൂടി പറയണം, വെറുപ്പോടു കൂടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് കീഴൊതുങ്ങുന്ന മനസ്സുമായി പറയണം. അതിനോട് കിബ്ർ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പറയുന്ന ആ പറച്ചിലിൽ ഉണ്ടാകേണ്ട നിബന്ധനകളാണ്. ആ വിശ്വാസത്തിൽ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിബന്ധനകളാണ്. അപ്പൊ ഉള്ളിൽ ഉണ്ടാകേണ്ട നിബന്ധനയുണ്ട്, അതിന് പുറമെ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്. രണ്ടും പാലിക്കപ്പെടുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പറയപ്പെട്ട ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ ലഭിക്കുക, പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ നിഫാഖോട് കൂടി, അപ്പൊ ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ നിസ്കരിച്ചേണ്ട ആവശ്യമില്ല, നോമ്പ് വിളിക്കേണ്ട ആവശ്യമില്ല, കള്ളുടിക്കും, എനിക്ക് വൻപാപങ്ങൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല, എനിക്ക് സ്വർഗം ഉറപ്പാണ്, എനിക്ക് നരകമോചനം ഉറപ്പാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാവുമോ? ശരിയാവൂല. എന്താ കാരണം? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാള് വെറുതെ പറഞ്ഞോട് കാര്യമില്ല. അത് പറയുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാകണം. അത് പറയുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കാപട്യം ഉണ്ടാകാൻ പാടില്ല.
ഇല്ല, ആളുകളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാകാൻ പാടില്ല. അത് പറയുന്നതിൽ സത്യസന്ധത ഉണ്ടാവണം, കാപട്യം ഉണ്ടാകാൻ പാടില്ല. അത് പറയുന്നതിൽ അതിനോട് സ്നേഹം ഉണ്ടാകണം. അതിനോട് വെറുപ്പോട് കൂടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അങ്ങനെ ഒരുപാട് അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകേണ്ട നിബന്ധനകളാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നിസ്കരിക്കാന്നൊരു കാര്യമുണ്ടോ? നിസ്കരിക്കലില്ല, നോമ്പ് വിളിക്കലില്ല, ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ട ഒരു കാര്യമുണ്ടോ? അതും കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ ഉണ്ടാകേണ്ട മറ്റു നിബന്ധനകളാണ്. അപ്പൊ കൂടെ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്, അതിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട നിബന്ധനകളുണ്ട്. രണ്ടും പാലിക്കപ്പെടുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ പ്രതിഫലം ലഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചില ഹദീസ് മാത്രം എടുത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞ അതേ റസൂലുള്ളാഹി എന്ത് പറഞ്ഞത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും നോമ്പ് നോൽക്കുകയും ഹജ്ജ് ചെയ്യുകയും വൻപാപങ്ങൾ വെടിയുകയും ചെയ്തവന് സ്വർഗപ്രവേശനമുണ്ട്. ഇതും പറഞ്ഞതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നും എടുക്കുക മറ്റേത് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. രണ്ടും എടുക്കണം. രണ്ടും എടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകണം. പറഞ്ഞതിന് ചുരുക്കം, അനസ് റളിയല്ലാഹു അൻഹു മകനായ അബൂബക്കറിനോട് പറയണത് പറഞ്ഞൊരു വാചകമുണ്ട് ഈ ഹദീസിനെ കുറിച്ച്. ആർക്കാ ഓർമ്മയുള്ളത്? ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ആ, എന്താ കാരണം പറഞ്ഞത്? ആ, മിൻ കുനൂസിൽ ഹദീസ്, മോനെ ഈ ഹദീസിന് മനഃപ്പാടമാക്കിക്കോ, ഈ ഹദീസിന് സൂക്ഷിച്ചു വെച്ചോ, ഈ ഹദീസിന് പഠിച്ചു വെച്ചോ. കാരണം ഇത് ഹദീസുകളിൽപ്പെട്ട നിധിയാണ്. ഹദീസുകളിൽപ്പെട്ട നിധിയാണ് ഈ ഹദീസ്. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അവനെന്തുണ്ട്? നരകം നിഷിദ്ധമാണെന്നാണ് ഹദീസിന്റെ ആശയം. അപ്പൊ അത്രയും വലിയ സംഭവമായിട്ട് ഹദീസിനെ കണ്ടു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ ഇബ്തിഗാ, അള്ളാഹുവിന്റെ മുഖം കാംക്ഷിക്കുക എന്ന് പറഞ്ഞത് എത്രത്തോളമാണോ കാംക്ഷിക്കലുള്ളത് അതിനനുസരിച്ച് എന്തുണ്ടാവും? അമലുണ്ടാവും. അല്ലെ? ഒരു കാര്യം നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു കാര്യത്തെ തേടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി പ്രവർത്തിക്കൂലേ? നമ്മൾ ഭൗതികമായി ആലോചിച്ച് നോക്കി. നമുക്ക് പൈസ ഉണ്ടാവണം നല്ല ആഗ്രഹമുണ്ട്, പണത്തെ നമ്മൾ കാംക്ഷിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ പെരിയിലിങ്ങനെ ഇരിക്കുവോ? എത്രത്തോളം നമുക്ക് അതിനോട് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതിനു വേണ്ടി പണിയെടുക്കും, അധ്വാനിക്കും. ആ അധ്വാനം എന്നുള്ളത് പിന്നെ തേട്ടത്തിന്റെ തെളിവാണ്. നമ്മൾ അതിനെ തേടുന്നുണ്ട്, നമുക്കത് വേണം, നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള തെളിവാണെന്ത്? നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? നമ്മളതിന് അത്രേ തേടുന്നുള്ളൂ, അത്രേ നമുക്കത് ആവശ്യമുള്ളൂ. അപ്പോൾ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ മുഖം കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ മുഖം എത്ര കണ്ട് കാംക്ഷിക്കുന്നു അതിനനുസരിച്ച് എന്തുണ്ടാവും? പ്രവർത്തനം ഉണ്ടാവും, കർമ്മം ഉണ്ടാവും. ആ ഇല്ല. ആ, അത് നമ്മൾ പറഞ്ഞത് ഒരു ഹദീസ് മാത്രം എടുക്കരുത്. മുമ്പുള്ള കാലത്തെ ജീവിതം അതല്ല നമ്മൾ ഇവിടെ വിഷയം. നമ്മൾ ഒരു ഹദീസ് എടുക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസും ചേർത്തെടുക്കണം. ഒരാൾ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞ റസൂൽ തന്നെ എന്ത് പറഞ്ഞത്? യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ മുഖം കാംക്ഷിക്കാതെ മരിച്ച നേരത്ത് നിഫാഖ് കൊണ്ട് പറഞ്ഞാലോ കാര്യമുണ്ടോ? കാര്യമില്ല. അത് അമല് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞത്. ആ, നമ്മൾ അമല് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതല്ല പറഞ്ഞേ. ആ സമയത്ത് എന്ത് വേണം? ആ സമയത്ത് പാലിക്കപ്പെടേണ്ട നിബന്ധനകളൊക്കെ അവിടെ പാലിക്കപ്പെടണം. മനസ്സിലായോ? ഒരു മനുഷ്യനെ കയ്യാത്തിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുവോ? ഇല്ല. ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയത് മരിക്കാൻ നേരത്താണ്. അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂതക്കുട്ടിയുടെ അടുത്ത് പോയി, മരിക്കാൻ കിടക്കുന്ന ജൂതക്കുട്ടിയുടെ അടുത്ത് പോയി തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന സംഭവമുണ്ട്. അല്ലെ? ആ കുട്ടിക്ക് പിന്നെ അമല് ചെയ്യാൻ സമയം കിട്ടിക്കണോ? ഇല്ല. പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ജീവിക്കാൻ കിട്ടിയ സമയത്ത് ആ കുട്ടി എന്താണ്? ഈ പറഞ്ഞ എല്ലാ നിബന്ധനയും പാലിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് അവൻ ചെയ്യേണ്ട എല്ലാം അവനിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവന് ഇഖ്ലാസ് ഉണ്ട്, ആ സമയത്ത് അവന് കാപട്യമില്ല, ആ സമയത്ത് അവന് ഇഷ്ടത്തോടു കൂടിയാണ് പറഞ്ഞത്, ആ സമയത്ത് വെറുപ്പോടു കൂടി പറഞ്ഞതല്ല, ആ സമയത്ത് ദൃഢതയോടുകൂടി പറഞ്ഞത്. ആ സമയത്ത് അവർ നിസ്കരിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ നിസ്കരിക്കുമായിരുന്നു, അവസരം കിട്ടാനിട്ടാണ്. നോമ്പ് നോൽക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ നോമ്പ് നോൽക്കുമായിരുന്നു, അത് അവസരം കിട്ടാനിട്ടാണ്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരാൾ മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, നിഫാഖോട് കൂടി പറഞ്ഞു, ഉപകാരം ഉണ്ടോ? അവിടെ മൻകാൻ ആഖിറ കലാമി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ ബാക്കിയുള്ളവും കൂടിയും പാലിക്കപ്പെടണം. കുറെ ആൾക്കാരെ പറ്റിക്കല പറഞ്ഞു കണ്ടാണ്. അല്ലെ? ഞാൻ കേട്ടതാണ്,
മൂപ്പര് മരിക്കാൻ കേൾക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് കേൾക്കുമ്പോൾ അപ്പൊ പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഖുറാഫിയായി ഇങ്ങനെ നടന്നാൽ മതി, നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ സംസ്ഥന്റെ കൂടെ ഇങ്ങനെ നടന്നാൽ തന്നെ നമ്മളൊക്കെ കഴിച്ചിലാവും. മരിക്കാൻ കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗ്ഗം ഉണ്ടെന്നല്ലേ. അപ്പൊ അതേ റസൂൽ തന്നെ എന്ത് പറഞ്ഞാണ്? ഇബ്തിഗാവ് ചില്ല വേണം, സ്നേഹത്തോട് പറയണം, കാപട്യത്തോട് പറയാൻ പാടില്ല, ഇഖ്ലാസോട് കൂടി പറയണം, കൂടെ നിസ്കാരം വേണം, നോമ്പ് വേണം. ഇതൊക്കെ പഠിപ്പിച്ച റസൂൽ തന്നെയാണ് എന്ന് പറഞ്ഞ് മൻകാൻ ആഖിറ കലാമി പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എല്ലാം എടുക്കണം. ഒന്ന് മാത്രം എടുത്താലും എന്ത് ചെയ്യില്ല, അതുകൊണ്ട് കാര്യം ഇല്ല. ആ വിഷയത്തിൽ, ഒരു വിഷയത്തിൽ നമ്മൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുക്കണം. ഖുർആനും സുന്നത്തും ഓരോ വിഷയത്തിലും നമ്മൾ ഒറ്റ പ്രമാണം പോലെയാണ് എടുക്കേണ്ടത്. ഒരു വിഷയത്തിൽ നമ്മൾ എടുക്കുമ്പോൾ വ്യത്യസ്ത ഹദീസുകളും വ്യത്യസ്ത ആയത്തുകളും ഒരു വിഷയത്തിലേക്ക് എടുക്കുമ്പോൾ എല്ലാം ഒറ്റ പ്രമാണം പോലെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ എടുക്കേണ്ടത്. രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന്, എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്നതാണ്. ഒരു സ്രോതസ്സിൽ നിന്ന് ഒന്നെടുക്കാൻ മറ്റേ എടുക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹറമ അലന്നാർ, അല്ലെ, അള്ളാഹു നരകം അവർ നിഷിദ്ധമാക്കി. ഈ നരകം നിഷിദ്ധമാക്കുക എന്നതും രണ്ട് രൂപത്തിലുണ്ട്, അല്ലേ. ഒന്ന്, നരകത്തിൽ ഉള്ള പ്രവേശനം തന്നെ അള്ളാഹു നിഷിദ്ധമാക്കും. അതാർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ തൗഹീദ് ജീവിതത്തിൽ സാക്ഷാത്കരിച്ച ആളുകൾക്ക്. നിർബന്ധമായി അവൻ ചെയ്യേണ്ട ബാധ്യതകൾ നിർവഹിക്കുന്ന, വൻപാപങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്ത, അഥവാ ചെയ്താൽ തന്നെ തൊട്ടുടനെ ഖേദിച്ച് മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന, ചെറുപാപങ്ങളിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകത്തിൽ പ്രവേശിക്കുക തന്നെയല്ല, നരകം തന്നെ എന്താണ്? നിഷിദ്ധമാണ്. ഇനി ഒരാൾ ഈ പറഞ്ഞ രൂപത്തിൽ നിർബന്ധമായ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്ന, വൻപാപങ്ങൾ ചെയ്യുന്ന, ചെറുപാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്, അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടില്ലെങ്കിലോ അപ്പോഴും നരകം നിഷിദ്ധമാവും. പക്ഷേ നരകത്തിലെ നിത്യതയാണ് അവനെ സംബന്ധിച്ചിടത്തോളം എന്താവുക? നിഷിദ്ധമാവുക. നരകപ്രവേശനമല്ല നിഷിദ്ധമാവുക. നരകത്തിൽ നിത്യവാസിയാകുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാകും. മനസ്സിലല്ലേ? അവൻ നരകത്തിന്റെ നിത്യമായ വറകായി മാറുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, തൗഹീദിന്റെ അസ്ലുണ്ടെങ്കിൽ, അല്ലെ, തൗഹീദ് അടിസ്ഥാനപരമായ തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്തിൽ നിത്യനവാസിയാകുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കും, അല്ലെ. തൗഹീദിന്റെ പൂർണ്ണതയുണ്ടെങ്കിൽ, തൗഹീദ് കുറച്ചുണ്ടെങ്കിൽ നരകത്തിൽ നിത്യവാസിയാകുന്നതിൽ നമ്മൾ രക്ഷപ്പെടും. തൗഹീദിന്റെ പൂർണ്ണതയുണ്ടെങ്കിലോ നരകത്തിൽ പ്രവേശിക്കണേന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? കുറച്ച് തൗഹീദ് ഉണ്ടായാൽ മതി നരകത്തിൽ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെ. അസ്ലു തൗഹീദ്, തൗഹീദിന്റെ ബേസ് ഉണ്ടായാൽ മതി. ശിർക്ക് എന്ന് പറഞ്ഞ വൻപാപം ജീവിതത്തിൽ, വലിയ ശിർക്ക് എന്ന് പറഞ്ഞ വൻപാപം ഇല്ലാതായാൽ തന്നെ മതി നരകത്തിൽ നിത്യവാസിയാകുന്നതിൽ നിന്ന് പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. എന്നാൽ തൗഹീദിന്റെ പൂർണ്ണതയുണ്ടെങ്കിലോ നരകം തൊടാതെ തന്നെ പടച്ച റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഔദാര്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ, ഈ ഒരു ബാബിൽ ഷെയ്ഖ് പിന്നെ കൊണ്ടുവന്ന ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു യിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ആ ഹദീസ് പിന്നെ അതിന്റെ സിഹത്തിന്റെ വിഷയത്തിൽ ഒരു ചർച്ചയുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു എന്നാണ്. എന്താ മൂസാ നബി പറഞ്ഞത്? യാ റബ്ബി അല്ലിംനി ഷൈഅൻ, എൻ്റെ റബ്ബേ നീ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം. അദ്കുറുക വ അദ്ഉക ബിഹി, ആ കാര്യം കൊണ്ട് ഞാൻ നിന്നെ ഓർക്കും, ആ കാര്യം ഉപയോഗിച്ച് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം നീ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഇത് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു, പിന്നെ എന്താണ് ഹദീസ്? ഖുൽ യാ മൂസ, അല്ലേ, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയും, മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറയും. അപ്പൊ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, അത് ആ കാര്യം ഉപയോഗിച്ച് ഞാൻ നിന്നെ സ്മരിക്കാം, ഞാൻ നിന്നെ ഓർക്കാം, നിന്നോട് പ്രാർത്ഥിക്കാനുള്ള ഒരു വാചകം എനിക്ക് പഠിപ്പിച്ചുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അപ്പൊ മൂസാ നബി പറയും കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, നിന്റെ എല്ലാ അടിമകളും പറയണ്ടല്ലോ ഇത്, നമുക്ക് പ്രത്യേകമായ ചില സംഗതിയാണ് വേണ്ടത്. ഇത് എല്ലാരും പറയണതല്ലേ. ഇപ്പൊ എല്ലാരും പറ, അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമക്ക് തൗഹീദിന്റെ ഫضൽ അറിയാഞ്ഞിട്ടോ അത് മനസ്സിലാകാഞ്ഞിട്ടൊന്നല്ല. പിന്നെന്താ അത് പറയാനുള്ള കാരണം എന്താണ്? അത് മനുഷ്യന്മാർക്ക് മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അവർക്ക് വ്യത്യസ്തനാകാൻ എപ്പോഴും ആഗ്രഹിക്കും. എനിക്ക് മാത്രം പ്രത്യേകം ഒരു സംഗതി വേണം, ഞാൻ ഒന്ന് വ്യത്യസ്തനാകണം, എനിക്ക് മാത്രം പ്രത്യേകമായി ഒരു സംഗതി വേണം എന്നെപ്പോഴും ആഗ്രഹിക്കും മനുഷ്യന്മാരുടെ മനസ്സ്. അല്ലാതെ തൗഹീദിന്റെ ഫضൽ അറിയാഞ്ഞിട്ടല്ല. അപ്പൊ എനിക്ക് മാത്രം അള്ളാഹിന്റെ ഇഷ്ടം പ്രത്യേകം കിട്ടാൻ പ്രത്യേകം ഒരു ദിക്ർ എനിക്ക് വേണം, പ്രത്യേക ഒരു പ്രാർത്ഥന എനിക്ക് വേണം എന്നാണ് ആരാഗ്രഹിച്ചത്? മൂസാ നബി വസ്ലം ആഗ്രഹിച്ചത്. അതപ്പോ പറഞ്ഞ് നിന്റെ എല്ലാ അടിമകളും പറയണ്ടല്ലോ, പ്രത്യേകമായിട്ടുള്ളതല്ലല്ലോ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മൂസ ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി. മൂസ, ആകാശങ്ങൾ, 7 ആകാശങ്ങളും ആ ആകാശങ്ങളിലുള്ള എല്ലാം, ആ ആകാശങ്ങളിൽ വസിക്കുന്ന എല്ലാ കാര്യങ്ങളും, വൽ അർദീന സബ്അ, 7 ഭൂമികൾ മുഴുവനും, അതെല്ലാം ഫീ കിഫത്തിൻ, തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് തൂക്കമുണ്ടാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് തൂക്കമുണ്ടാവുക. ആകാശഭൂമികളുടെ മുഴുവൻ തൂക്കത്തെക്കാളും എന്തിനു തൂക്കം ഉണ്ടാവും? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് തൂക്കമുണ്ടാവുക. ഹാക്കിം ബിൻ ഹിബ്ബാൻ നസായി തന്റെ കുബറയിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ ഒരു ദർറാജ് അബി സംഹ് എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ഉണ്ട്, അബിൽ ഹൈസമിൽ നിന്ന് ഉദ്ധരിക്കുന്ന. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ പല സ്വീകാര്യമല്ലാത്ത പല കാര്യങ്ങളും ആ റിപ്പോർട്ടിലൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ റിപ്പോർട്ടിനെ സ്വഹീഹാണെന്ന് വിധിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിലെ 10ാമത്തെ വാള്യത്തിൽ ഇത് ഹദീസ് സ്വഹീഹാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഹദീസ് സ്വഹീഹാണോ വഈഫാണോ എന്നുള്ള വിഷയത്തിൽ. എന്നാൽ ഈ ഹദീസിന്റെ അർത്ഥത്തെ ശരിവെക്കുന്ന വേറെ ചില ഹദീസുകൾ, സ്ഥിരപ്പെട്ട ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. ആ ഹദീസിൽ നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകനോട് പറയാണ്, നൂഹ് നബി തന്റെ മകനോട് പറയാണ്. എന്താ പറയണത്? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന നൂഹൻ ഔസാ ഇബ്നഹു ഇൻദ മൗതിഹി, നൂഹ് നബി അലൈഹി സ്വലാം മരണസമയത്ത് മകനോട് വസിയത്ത് കൊടുത്തു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് വസിയത്ത് കൊടുത്തു. ഫഇന്ന സമാവാതി സബ്അ, 7 ആകാശങ്ങൾ, വൽ അർദീന സബ്അ, 7 ഭൂമികൾ, ലൗ ഉദിഅത് ഫീ കിഫത്തിൻ, ഒരു തുലാസിൽ വെച്ചാൽ, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തുലാസിലും വെച്ചാൽ, ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച തുലാസാണ്, പിന്നെ തട്ടാണ് കനം തൂങ്ങുക എന്ന് നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകന് കൊടുത്ത ഉപദേശമായി സ്വഹീഹായി സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഈ ഹദീസിന്റെ വിഷയത്തിൽ എന്തുള്ളൂ? ചർച്ച ഉള്ളൂ, അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. പിന്നെ ഇതേ ആശയം കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞ താബി വര്യനിൽ നിന്നും വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതേ ആശയം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ആശയം എന്താണ്? സ്ഥിരപ്പെട്ടതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടോ എന്നുള്ള ആ ഹദീസിന്റെ വിഷയത്തിൽ എന്തുള്ളൂ? അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഈ പിന്നെ ഇതിലുള്ള ഈ ഒരു അധ്യായത്തിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി ഇസ്ലാം പ്രത്യേകം ഒരു ദിക്ർ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അതിന്റെ ഫضല് എത്രത്തോളം ഉണ്ടെന്ന് ആ ഹദീസ് നമുക്ക് കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഫضല് ബാക്കി എല്ലാറ്റിനേക്കാളും കവച്ചു വെക്കുന്ന ശ്രേഷ്ഠത എന്തിനുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ തുലാസിന്റെ തട്ടിൽ എന്ന് പറഞ്ഞത് ഏത് തുലാസ എന്നുള്ള വിഷയത്തിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഒരു പിന്നെ ഒരു പരലോകത്തുള്ള തുലാസാണ്. പരലോകത്തുള്ള തുലാസിൽ ഒരു തട്ടിൽ ആകാശഭൂമികൾ മുഴുവൻ വെക്കുകയും മറ്റേ തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതിഫലം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പുണ്യത്തിനാണ് എന്തുണ്ടാവുക? കൂടുതൽ കനമുണ്ടാവുക എന്ന രൂപത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയല്ല, ലാ ഇലാഹയുടെ ഫضല് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താണ്? ആകാശഭൂമികളെക്കാളുള്ള മുഴുവൻ ശ്രേഷ്ഠത എന്തിനുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുണ്ട് എന്ന ഫضല്, ആ ശ്രേഷ്ഠത പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രയോഗമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്
പിന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹം സ്വീകരിച്ചത് പരലോകത്തുള്ള തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അത്രയും കനമുണ്ടാവും എന്ന അഭിപ്രായത്തെ പിന്തുണക്കുന്ന പോലെയാണ് കിതാബു തൗഹീദിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളിൽ നിന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹുടെ ഫദിലാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 7 ആകാശങ്ങളും 7 ഭൂമികളെക്കാൾ മുഴുവൻ വലിയ കനം എന്തിനുണ്ട്, അത്രയും ശ്രേഷ്ഠത മഹത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ട് എന്നാണ് ആ ഹദീസിന്റെ ആശയം. ഇനി ആ അധ്യായത്തിൽ കൊടുത്ത അടുത്ത ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുകയും ഹസനാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ഹദീസ്? അതൊരു വല്ലാത്ത ഭയങ്കരമായ ഒരു ഹദീസാണ്. ആ ഹദീസ് പിന്നെ സ്വഹീഹാണ്, സ്ഥിരപ്പെട്ട, ചില പണ്ഡിതന്മാർ സ്വഹീഹ് എന്നും ചില പണ്ഡിതന്മാർ ഹസൻ എന്നും വിശേഷിപ്പിച്ച ഹദീസാണ്. എന്താണ് ഹദീസ്? ഷെയ്ഖിൽ കൊടുത്ത വാചകം ഇത്രയേ ഉള്ളൂ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി മുഴുവൻ പാപങ്ങളുമായി നീ എന്റെ അടുക്കലേക്ക് വന്നാലും, സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിട്ട് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രയും പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും. ഇതാണ് ഷെയ്ഖ് കൊടുത്ത ഹദീസ്. ഈ ഹദീസ് ഹസനാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചു, സ്വഹീഹാണെന്ന് ചില പണ്ഡിതന്മാർ ഏതായാലും സ്ഥിരപ്പെട്ട ഹദീസാണ്. അപ്പോ ഈ ഹദീസിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഹദീസിന്റെ പൂർണ്ണ രൂപം അനസ് റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു സമാനമായ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല അല്ലാഹു തബാറക വതആല, അല്ലാഹു തബാറക വതആല പറഞ്ഞു, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നെ പ്രാർത്ഥിക്കുന്നിടത്തോളം, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നിടത്തോളം, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. നീ എന്നോട് തേടുന്നിടത്തോളം കാലം, നീ എന്നിൽ പ്രതീക്ഷ വെക്കുന്നിടത്തോളം കാലം ഞാൻ നിനക്ക് പുറത്തു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു തബാറക വ തആല പറയാണ്, അലാ മാ കാന ഫീക്, നിന്റെ ജീവിതത്തിലുള്ള എന്ത് കാര്യവുമായിക്കോട്ടെ, വല ഉബാലി, ഞാനിത് പരിഗണിക്കൂല, ഞാനിത് പുറത്തു തരും. എന്താ കണ്ടീഷൻ? നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവനാവണം, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവനാകണം, എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാകണം. പിന്നെ പറയാണ്, യബ്ന ആദം, ആദമിന്റെ പുത്ര, ലൗ ബലഗത് ദുനൂബുക അനാനസ്സമായി, നിന്റെ പാപങ്ങൾ ആകാശത്തിലെ മേഘക്കീറുകൾ അത്രയും ഉണ്ടായാലും, ആകാശം മുട്ടും നിന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപമോചനം തേടുകയാണെങ്കിൽ, നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ, ഗഫർതു ലക വലാ ഉബാലി, ഞാൻ നിനക്ക് പുറത്തു തരും. ഞാൻ നിന്റെ പാപങ്ങളുടെ പെരുമയൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ പരിഗണിക്കൂല, ഞാൻ പുറത്തു തരും. നീ എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടോ, ഞാൻ നിനക്ക് പുറത്തു തരും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, തീർച്ചയായും നീ ഭൂമി മുഴുക്കെ പാപങ്ങളുമായി വരികയാണെങ്കിലും, എൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിലും, സുമ്മ ലഖീതനി, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുകയാണ്. എങ്ങനെ കണ്ടുമുട്ടുന്നത്? അതായത് നീ മരണം വരിക്കുകയാണ്. എങ്ങനെ? ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ പൂർണ്ണമായ തൗഹീദോടുകൂടി ശിർക്കില്ലാതെ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി നിറയെ അത്രയും പാപമോചനവുമായി ഞാൻ നിന്റെ അടുക്കിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പാപമോചനം നോക്കി, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നോക്കൂ, അള്ളാഹുവിന്റെ ഔദാര്യം നോക്കൂ, അള്ളാഹുവിന്റെ കാരുണ്യം നോക്കൂ. അത്രമേൽ പടച്ചിറപ്പ് അടിമകളോട് കാരുണ്യവാനാണ്. ഈ ഹദീസിൽ പറഞ്ഞത് 3 കണ്ടീഷനുകളാണ്. ഒന്ന്, മാ ദഅൗതനി വറജൗതനി, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവനാകണം, അവനിൽ പ്രതീക്ഷയുള്ളവനാകണം. പിന്നെ സുമ്മസ്തഗ്ഫർതനി,
അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടുന്നവരായിരിക്കണം, ധാരാളമായി റബ്ബിനോട് പാപമോചനം ചോദിക്കുന്നവരായിരിക്കണം. മൂന്നാമത്തത് ലാ തുശ്രികു ബി ഷൈഅ, എന്നിലൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഷിർക്ക് ജീവിതത്തിൽ വന്നു പോകാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഗഫർതു ലക വലാ ഉബാലി. ആവർത്തിച്ച് അള്ളാഹു പറയണത് ഗഫർതു ലക വലാ ഉബാലി, ഗഫർതു ലക വലാ ഉബാലി. ഞാൻ പുറത്തു തരും, ഞാൻ പരിഗണിക്കൂല. ഞാൻ പാപങ്ങളുടെ പെരുമയും ആധിക്യമൊന്നും ഞാൻ പരിഗണിക്കൂല, ഞാൻ പുറത്തു തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കണം. അപ്പം ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് എന്തിന്റെ മഹത്വമാണ്? ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് തൗഹീദിന്റെ മഹത്വമാണ്, അല്ലേ? എന്നിൽ പങ്കു ചേർക്കാതെ എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം തൗഹീദുള്ളവരായി എന്നെ കണ്ടുമുട്ടിയാൽ, തൗഹീദുള്ളവരായി എന്നെ കണ്ടുമുട്ടിയാൽ ഞാൻ പാപങ്ങൾ പുറത്തു തരും എന്നാണ് ഹദീസിന്റെ ഉദ്ദേശം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന തൗഹീദ് അല്ലദീ ഹുവ തൗഹീദുൻ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏത് തൗഹീദാണ് ഇവിടെ പറയുന്നത്? തൗഹീദുൻ തക്ഫീറുഹു ലിദ്ദുനൂബി അഅ്ളമു മിൻ തക്ഫീരി തൗബതി ലിദ്ദുനൂബ്. ആ തൗഹീദ് കൊണ്ട് പാപങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട്. എങ്ങനെ മായ്ക്കപ്പെടുന്നുണ്ട്? തൗബ കൊണ്ട് മായ്ക്കപ്പെടുന്നതിനേക്കാളും തൗഹീദ് കൊണ്ട് പാപങ്ങൾ മായ്ക്കും. അപ്പൊ തൗഹീദിൽ അങ്ങനത്തെ ഒരു തൗഹീദ് ഉണ്ട്. ആ തൗഹീദിന്റെ പ്രത്യേകത എന്താ? ആ തൗഹീദ് ഉണ്ടെങ്കിൽ തൗബ ചെയ്തുള്ള പ്രത്യേകത എന്താ? അത്താഇബു മിന ദംബി കമൻ ലാ ദംബ ലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാപത്തിൽ തൗബ ചെയ്ത് മടങ്ങുന്നവൻ പാപമില്ലാത്തവനെ പോലെയാണ്, പാപമുക്തനെ പോലെയാണ്. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിയ പടച്ച റബ്ബ് എല്ലാം പുറത്തു തരും. അള്ളാഹുവിന്റെ പ്രത്യേകതയാണ്. എന്നാൽ തൗബയാണോ വലുത്, തൗഹീദാണോ വലുത്? ഏതാ വലുത്? തൗഹീദാണോ വലുത്. അപ്പൊ തൗബ ചെയ്താൽ തന്നെ പാപങ്ങളില്ലാത്ത പോലെ പടച്ച റബ്ബ് പാപങ്ങൾ പുറത്തു വരുമെങ്കിൽ പിന്നെ തൗഹീദ് ഉണ്ടായ പുറത്തു വരുന്ന ഉറപ്പല്ലേ? അല്ലേ? പക്ഷേ തൗബ ചെയ്താൽ ഇല്ലാത്തവനെ പോലെ പടച്ച റബ്ബ് പാപങ്ങൾ പുറത്തു വരണമെങ്കിൽ ആ തൗബ എങ്ങനെയുള്ള തൗബയാകണം? നസൂഹായ, ഇഖ്ലാസുള്ള, അത്രയും മനസ്സ് നിറഞ്ഞ, അതിന്റെ എല്ലാ കണ്ടീഷൻസും പാലിക്കപ്പെടുന്ന തൗബയാകണം. അതും ഇവിടെയും ബാധകമാണ്. ആ തൗഹീദ് ഇങ്ങനെയുള്ള തൗഹീദ് ആകണം. അങ്ങേയറ്റം ആത്മാർത്ഥമായ, ജീവിതം ഒട്ടുക്കും മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള തൗഹീദായിരിക്കണം. അങ്ങനെയുള്ള തൗഹീദ് ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് എല്ലാ പാപങ്ങളും എന്ത് ചെയ്യും? പുറത്തു തരും എന്നാണ്. പിന്നെ തൗബ ചെയ്യണമെന്നില്ല. തൗബ ഇല്ലാത്തന്നെ പടച്ചോ എന്ത് ചെയ്യും? അല്ലെ, വൻപാപങ്ങൾ ചെയ്താൽ പുറത്ത് കിട്ടണമെങ്കിൽ തൗബ ചെയ്യണം എന്നുള്ളതാണ് അസ്ല്. വൻപാപങ്ങൾ പൊറുക്കാൻ എന്ത് വാജിബാണ്? തൗബ വാജിബാണ്. വൻപാപങ്ങൾ തൗബ ചെയ്യൽ വാജിബാണ്, നിർബന്ധമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ആ വാജിബ് ചെയ്തില്ലെങ്കിൽ പോലും പഠിച്ചോ ചിലപ്പോൾ എന്ത് ചെയ്യും? തൗഹീദിന്റെ ഫضل കൊണ്ട്, അതിന്റെ പുണ്യത്തിന്റെ വലിപ്പം കൊണ്ട് പടച്ച റബ്ബ് പുറത്തു തരും. അത്രയും മനസ്സിൽ തൗഹീദ് ഉള്ളവരാകണം, അത്രയും വലിയ തൗഹീദ് ജീവിതത്തിൽ ഉള്ളവരാകണം. എങ്കിൽ ആ ഒരു ഔദാര്യം ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരാൾ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വൻപാപങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, വലിയ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, വൻപാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രയാസമാണ്. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമാണ്. കാരണം ഷിർക്കിന്റെ ചെറിയ ശാഖകളെങ്കിലും എന്തുണ്ടാവും? അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലാ തുശ്രികു ബി സുമ്മ ലാ തുശ്രികു ബി ഷൈഅൻ, ഒന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഷൈഅൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഷിർക്കും അതിൽപ്പെട്ടു, എല്ലാ ഷിർക്കിൽ പെട്ടു. അപ്പൊ ഷിർക്കിന്റെ എത്ര ചെറിയ ശാഖകളാണെങ്കിൽ പോലും അതിൽപ്പെട്ടു. അപ്പൊ വൻപാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കിന്റെ എല്ലാ ശാഖകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അസംഭവ്യമാണ്. മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ ഹദീസ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? മൂന്നാൽ ഒരു രൂപത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. മൂന്നാൽ ഒരു രൂപത്തിൽ. ഒന്നുകിൽ ഈ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തി, ഒന്നുകിൽ അവനിൽ നിന്നും പാപങ്ങൾ വളരെ എപ്പോഴെങ്കിലും ഉണ്ടാകാറുള്ളൂ, വൻപാപങ്ങൾ.
ധാരാളമായി ഉണ്ടാകുന്നത് എന്താണ്? ചെറുപാപങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെ, നിർബന്ധവാദികൾ നിർവഹിക്കുന്നു, ചെറിയ പാപങ്ങളിൽ അവൻ ധാരാളമായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു, തൗബ ചെയ്ത് മടങ്ങുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുപാപങ്ങൾ പടച്ചറപ്പ് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. മനസ്സിലായില്ലേ? ഒന്നുകിൽ അതായിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത എന്താണ്? അവനിൽ നിന്ന് വൻപാപങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്, ഇടക്കിടക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഉണ്ടാകുമ്പോഴൊക്കെ അവൻ തൗബ ചെയ്ത് മടങ്ങും. ഉണ്ടാകുമ്പോഴൊക്കെ അവൻ പടച്ചറബിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താണ്? അദ്ദേഹം മദ്യപിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അള്ളാഹു റസൂല് മദ്യപാനത്തിന്റെ ശിക്ഷ നടപ്പിലാക്കി. മദ്യപാനം വൻപാപാണോ ചെറുപാപാണോ? വൻപാപാണ്, ചെറുപാപല്ല, വൻപാപാണ്. അല്ലേ? പിന്നെ ആ വ്യക്തിയെ വീണ്ടും കൊണ്ടുവന്നു, ഇതേ കാരണം കൊണ്ട് വീണ്ടും ശിക്ഷ നടപ്പിലാക്കി. ആ വ്യക്തിയെ വീണ്ടും കൊണ്ടുവന്നു, ഇതേ കാരണം കൊണ്ട് വീണ്ടും ശിക്ഷ നടപ്പിലാക്കി. മനസ്സിലായോ? അപ്പൊ സ്വഹാബിമാര് ആ വ്യക്തിയെ ശപിച്ചു. എത്ര തവണയാണ് ഇദ്ദേഹത്തെ മദ്യപിച്ച് കൊണ്ടുവരുന്നത്, എന്താണ് അങ്ങനെ ആ രൂപത്തിൽ സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഈനു ശൈത്താന അലാ ഇഖ്വാനിക്കും ഔ അലാ അഖീക്കും. നിങ്ങളുടെ സഹോദരന്റെ വിഷയത്തിൽ പിശാചിനെ നിങ്ങൾ സഹായിക്കാൻ പാടില്ല. അതെന്താ? അദ്ദേഹത്തെ ശപിച്ച് അദ്ദേഹത്തെ ആ രൂപത്തിൽ ആക്ഷേപിച്ച് മൂലക്കലാക്കിയാൽ അദ്ദേഹം ജീവിതകാലത്ത് പിന്നെ എന്ത് ചെയ്യാൻ പോണില്ല? ഇല്ല. എന്നിട്ട് റസൂൽ പറഞ്ഞത് ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അത്ര തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതൊരു സ്വഹാബിയാണ്. മനസ്സിലായോ? ഒരു സ്വഹാബിയാണത്. പക്ഷേ ഒരു പക്ഷെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാകാം? ജീവിതം പിന്നെ നന്നായിട്ടുണ്ടാകാം. ജീവിതം പിന്നെ നന്നായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ച് നമ്മുടെ ബാധ്യതയാണ്, സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, നമ്മളിവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, പിന്നെ വൻപാപങ്ങൾ വന്നാൽ തന്നെ എന്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരായിരിക്കും. വൻപാപങ്ങൾ വരുമ്പോൾ തന്നെ തൗബ ചെയ്ത് വന്നുപോയാൽ തൗബ ചെയ്ത് മടങ്ങുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ എന്തില്ല? പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു. മൂന്നാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട്. അതെന്താണ് സാധ്യത? അതാണ് ഏറ്റവും ഈ ഹദീസിലെ ഏറ്റവും കൂടുതൽ ഈ ഹദീസിൽ നമുക്ക് പിന്നെ ഉള്ള സാധ്യത. ഒരു വ്യക്തിയിൽ നിന്ന് ഇതുപോലെ ധാരാളം വലിയ വലിയ തെറ്റുകൾ ധാരാളമായി ഉണ്ടായതിനു ശേഷം അദ്ദേഹം തൗഹീദ് ഉള്ളവനാണ്, പക്ഷെ തൗഹീദ് ജീവിതത്തിൽ പുതുക്കി. തൗഹീദ് പുതുക്കി പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് കിതാബ് തൗഹീദിന്റെ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ ഓരോ ആഴ്ച നമുക്ക് തൗഹീദ് പുതുങ്ങണില്ലേ? നമ്മുടെ മനസ്സിലെ തൗഹീദിന്റെ പഠനവും തൗഹീദിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും ചിന്തയും ഒക്കെ എന്തുണ്ട്? പുതുങ്ങുന്നുണ്ട് അല്ലേ? അതാണ് തൗഹീദിന്റെ പ്രത്യേകത. അത് മനസ്സിനെ നന്നാക്കും. തൗബ ചെയ്തിട്ടില്ലെങ്കിലും തൗഹീദ് പുതുക്കിയാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സ് നന്നാവും. അപ്പം ഈ മനുഷ്യൻ, ധാരാളം തെറ്റുകൾ ചെയ്ത മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തൗഹീദിനെ പുതുക്കി. ആ പുതുക്കിയ തൗഹീദ് പറഞ്ഞാൽ അത് ഭയങ്കര തൗഹീദാണ്. ആ പുതുക്കിയ തൗഹീദ് ഭയങ്കര തൗഹീദാണ്. ആ തൗബ ചെയ്തോണം അദ്ദേഹം? തൗബ ചെയ്തിട്ടില്ല, പക്ഷെ തൗഹീദിനെ പുതുക്കിയിട്ടുണ്ട്. തൗഹീദിനെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അള്ളാഹുവിന്റെ ഏകത്വവും പടച്ചറബിനെ കുറിച്ചുള്ള വിശ്വാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഭയങ്കരമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ശക്തമായി, ഭയങ്കര മനസ്സിൽ വളരെയധികം നിറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ലാ ഇലാഹ ഇല്ലയുടെ പ്രകാശം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? കരിച്ചു കളയും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ തൗഹീദിന്റെ ആ ഒരു നിറവ് അല്ലെ, അതിന്റെ ആ ഒരു പ്രകാശം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പാപങ്ങളെ കരിച്ചു കളയും. ഏതുപോലെ? തൗബ പാപങ്ങളെ കരിച്ചു കളയുന്നത് പോലെ, തൗബ പാപങ്ങളെ നശിപ്പിച്ച് കളയുന്നത് പോലെ തൗഹീദ് പാപങ്ങൾ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അപ്പൊ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ അവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്യണത്? മരണപ്പെടുന്നത്. ഈ തൗഹീദ് പുതുക്കിയ അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് എന്തിനു സാധിച്ചിട്ടുണ്ട്? തൗഹീദ് പുതുക്കുവാൻ, തൗഹീദ് മനസ്സിൽ നിറഞ്ഞ ഒരു മനസ്സുമായി മരണം വരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.
അപ്പോ നമ്മൾ പറഞ്ഞത് ഒരാൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഒക്കെയായി ജീവിച്ച വ്യക്തിയാണെങ്കിലും തൗഹീദ് ഉണ്ടായിരിക്കതൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തൗഹീദ് പുതുക്കുവാൻ സാധിച്ചു, തൗഹീദ് മനസ്സിൽ നിറക്കുവാൻ സാധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മരണം വരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ഗഫർതു ലക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ലഅതൈതുക ബിഖുറാബിഹ മഗ്ഫിറ ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها മഗ്ഫിറത്തൻ. അല്ലെ, എന്നിൽ പങ്കു ചേർക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ, അത് മരണം വരിക്കുമ്പോൾ തൗഹീദ് ഉണ്ടെങ്കിൽ, മനസ്സിലായോ? തൗഹീദ് ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ എല്ലാ പാപങ്ങളും എന്ത് ചെയ്യും? പുറത്തു തരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആളുകളുടെ തൗഹീദുള്ള എല്ലാവരുടെ മനസ്സിലും എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. തൗഹീദുള്ള എല്ലാവരുടെ മനസ്സിലും തൗഹീദ് ഉണ്ടല്ലോ. മുഅ്മിനീങ്ങൾ എല്ലാവരുടെ മനസ്സിലും തൗഹീദ് ഉണ്ട്. അപ്പം മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും തൗഹീദ് ഉണ്ട് എന്ന് പറയുമ്പോൾ തൗഹീദ് ഒരേ തട്ടിലാണോ ഉള്ളത്? അല്ല. ആ തൗഹീദ് മനസ്സിൽ ഉണ്ടെങ്കിലും അത് വ്യത്യസ്ത തട്ടുകളിലാണ്. അത് വ്യത്യസ്ത തട്ടുകളിലാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദാഉ വദ്ദവാ എന്ന് പറഞ്ഞ കിതാബിൽ റൂഹിനോട്, ശരീരത്തിലുള്ള റൂഹിനോട് മനസ്സിലുള്ള തൗഹീദിനെ ഉപമിച്ചത് കാണാൻ സാധിക്കും. റൂഹ്, ചില ആളുകളുടെ മനസ്സ് ഭയങ്കര, ചില ആളുകളുടെ റൂഹ് ഭയങ്കര ഉണർവുള്ള റൂഹായിരിക്കും, അല്ലെ? നല്ല ഉണർവുള്ള റൂഹായിരിക്കും. അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും, അവർക്ക് അവരുടെ ഗുണം, അവരുടെ ശരീരത്തിനും ജീവിതത്തിനും ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ആവേശം ഉന്മേഷമൊക്കെ ഉള്ള റൂഹായിരിക്കും ചിലർക്ക് ഉണ്ടാവുക. ചിലരുടെ ശരീരത്തിലുള്ള റൂഹ് രോഗം പിടിച്ച റൂഹായിരിക്കും. ഒന്നിനും ആവേശം കഴിഞ്ഞ് ഒരു സുഖമില്ലാത്തൊരു രോഗം പിടിച്ച റൂഹായിരിക്കും. ചിലരുടെ മനസ്സിലുള്ള റൂഹ് മരിച്ച റൂഹായിരിക്കും. എന്താ അർത്ഥം? മരിച്ചിട്ടില്ല, പക്ഷെ ഒന്നിനും പറ്റൂല, ഓരങ്ങനെ ഒരു ഒരു ജീവനില്ലാത്ത ഒരവസ്ഥ ആയിരിക്കും. ഏ ഏ ആ ഒരു സ്പിരിച്വലി ഡെഡ്, അതാണ് ആത്മീയമായി മരിച്ച അവസ്ഥയായിരിക്കും. ഇതുപോലെയാണ് ആളുകളുടെ മനസ്സിലുള്ള തൗഹീദ് എന്നാണ്. ചില ആളുകളുടെ മനസ്സിലുള്ള തൗഹീദ് വളരെ ഉണർന്നു നിൽക്കുന്ന തൗഹീദായിരിക്കും. മനസ്സിലായോ? ആ തൗഹീദ് ജീവിതത്തിൽ മനസ്സിൽ ഉണ്ടായാൽ തന്നെ ഒരു ജീവിതം എന്തായിരിക്കും? ഭയങ്കര സംഭവമായിരിക്കും. കാരണം അവിടെ മനസ്സിലുള്ള തൗഹീദ് ഭയങ്കര ഉണർന്ന തൗഹീദാണ്, അല്ലേ? രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ രോഗം പിടിച്ച തൗഹീദായിരിക്കും. അള്ളാഹ് അതിൽ പ്രാർത്ഥിക്കൊന്നുമില്ല, അള്ളാഹ് സഹായം തേടുന്നില്ല, പക്ഷെ ആ തൗഹീദ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും. വലിയ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? ആ സ്വാധീനത്തിന്റെ ഏറ്റക്കുറിച്ചിലാണ് അടുത്ത അധ്യായം. പക്ഷെ നമ്മൾ അടുത്ത അധ്യായം ഭയങ്കര സംഭവമാണ്. അടുത്ത അധ്യായം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ആരൊക്കെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആഗ്രഹം ഉണ്ടോ ഓലൊക്കെ കൊണ്ടുവരണം അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് മാത്രം കേട്ടാൽ മതി. അടുത്ത ക്ലാസ് വേണ്ടി അടുത്ത ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ അപ്പം ചില ആളുകളുടെ മനസ്സിൽ രോഗം പിടിച്ച തൗഹീദായിരിക്കും, ചില ആളുകളുടെ മനസ്സിൽ ജീവനില്ലാത്ത തൗഹീദായിരിക്കും. അപ്പൊ തൗഹീദ് മനസ്സിൽ ഉള്ളതിന് വ്യത്യസ്ത അവസ്ഥകളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നല്ല ഉണർന്ന തൗഹീദ് ഉള്ളവരെ നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഈ അധ്യായത്തിൽ കിട്ടുന്ന ഷെയ്ഖ് മുഹമ്മദ് വഹാബ് റഹിമഹുല്ലാഹിന്റെ കിതാബ് തൗഹീദിൽ എണ്ണിയ മറ്റൊരു കാര്യമാണ് ഫീഹി ഇസ്ബാത്തു സിഫാത്തി ലില്ലാഹി തആല, അള്ളാഹുവിന്റെ സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തൽ ഈ അധ്യായത്തിൽ ഉണ്ട് എന്നാണ്. ഈ അധ്യായത്തിൽ ചില സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വജ്ഹ് പറഞ്ഞിട്ടുണ്ട്, ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ മുഖം. ഖിലാഫൻ ലിൽ മുഅത്തില ഖിലാഫൻ ലിൽ അശാഇറ എന്ന് ഷെയ്ഖ് പറഞ്ഞു കാണാൻ സാധിക്കും. അശ്അരികൾക്ക് വിരുദ്ധമായി, അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവർക്ക് വിരുദ്ധമായി ഈ അധ്യായത്തിൽ അള്ളാഹുവിന്റെ സിഫത്തിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വജീനെ നിഷേധിക്കുന്നവരാണ്, അത് യഥാർത്ഥത്തിൽ വജിയല്ല, അത് പിന്നെ പ്രീതിയാണത്, മറ്റേതാണത്, മറിച്ചതാണ് ദുർവ്യാഖ്യാനിച്ച് അള്ളാഹുവിന്റെ മുഖം എന്ന സിഫത്തിനെ നിഷേധിക്കുന്നവരാണ് അശ്അരികൾ, അതുപോലെ മുഅത്തിലത്ത് എന്നൊക്കെ പറഞ്ഞ കക്ഷികൾ. അപ്പോൾ അതിനെതിരായി ഈ അധ്യായത്തിൽ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസ് അധ്യായത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ അധ്യായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മറ്റൊരു സിഫത്തും കൂടി ഉണ്ട്, കലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിച്ചു. ഖാല അല്ലാഹു ലി മൂസ
എന്ന് പറഞ്ഞ ആ ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം എന്ന സിഫത്തും ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ കലാമിനെ നിഷേധിക്കുന്ന ഒരുപാട് വ്യതിയാന കക്ഷികൾ അള്ളാഹുവിന്റെ കലാം ഹഖീഖിയല്ല, യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് കലാമില്ല, അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടികളാണെന്ന് വാദിക്കുന്ന കക്ഷികൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ സിഫാത്തിനെ നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മം, അത് ഒഴിവാക്കുകയാണ് നല്ലത്. എന്നാൽ അള്ളാഹു അർശിൻ മുകളിലാണ്, അർശിൽ ആരോഹിതനാണ് എന്ന് പറയാണ് നല്ലത്. ഇരിക്കുക എന്ന് പറയുന്നത് ചില പണ്ഡിതന്മാർ എതിർക്കുന്നുണ്ട്, ചില പണ്ഡിതന്മാർ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇരുത്തം എന്ന് അള്ളാഹുവിന്റെ ഇസ്തിവാനെ കുറിച്ച് പറയാൻ പറ്റൂല്ലേ? പക്ഷേ അതിനെക്കുറിച്ച് മുൻഗാമികൾ പറഞ്ഞ തഫ്സീറുകൾ സഅദ എന്ന് സലഫുകൾ താബീങ്ങളും സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് സഅദ പറഞ്ഞാൽ കയറുക, അർഷിന്റെ മുകളിൽ എന്നർത്ഥമാണ്, ആരോഹിതനാവുക എന്നൊക്കെ അർത്ഥം മുൻഗാമികൾ വെച്ചിട്ടുണ്ട്. കുർസി പറഞ്ഞ കസാരല്ലല്ലോ, അള്ളാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞ കസാരല്ല. അള്ളാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞ പാദസ്ഥാനം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുർസീനെ മൗളിഉ ഖദമൈ റബ്ബി അസ്സ വജൽ സ്വഹീഹായ ഹദീസാണ്. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കുർസി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാദസ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ക്രിയേറ്റഡ് അർഷും ക്രിയേറ്റഡ് ആണ്, മഖ്ലൂഖാണ്. അപ്പോ അതൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊന്നും നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് അങ്ങനെയുള്ള സിഫത്തുകൾ, അതായത് അള്ളാഹുവിന് അങ്ങനെയുള്ള സിഫത്തുകൾ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു. അതിനെ നിഷേധിക്കാനോ ദുർവ്യാഖ്യാനിക്കാനോ അതിന്റെ അർത്ഥം അതല്ല എന്ന് പറയാനോ നമുക്ക് അള്ളാഹു റസൂൽ അനുവാദം തന്നിട്ടില്ല, അല്ലേ? അള്ളാഹുവിന്റെ റസൂലും അതിനൊരു വ്യാഖ്യാനമോ മറ്റൊരു അർത്ഥമോ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ റസൂലും എന്ത് പറഞ്ഞോ അതുപോലെ അതിന്റെ അർത്ഥം അതിന് സ്ഥിരപ്പെടുത്തുന്നു, അതിന്റെ രൂപം നമുക്കറിയില്ല. അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണെന്നല്ല നമ്മൾ പറയണത്. ഒരു ദുർവ്യാഖ്യാനിക്കാണ്, അള്ളാഹു ഇറങ്ങിന്ന് പറയാൻ പാടില്ല. അപ്പൊ ആരെ തിരുത്തുന്നത്? അള്ളാഹിന്റെ റസൂലിയെ തിരുത്തുന്നത്. അള്ളാഹു അള്ളാഹു അർശിൽ ആരോഹിതനായി പറയാൻ പാടില്ല. ആരെ തിരുത്തുന്നത്? പടച്ച റബ്ബ് ഖുർആനിൽ 6 സ്ഥലത്ത് പറഞ്ഞ ആയത്തിനെ തിരുത്തുന്നത്. മനസ്സിലായോ? അതല്ല അതിന്റെ ഉദ്ദേശമെങ്കിൽ ആര് പറഞ്ഞു തരണമായിരുന്നു? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു തരണമായിരുന്നു. പറഞ്ഞെന്നോ? ഇല്ല. സ്വഹാബത്ത് പറഞ്ഞു തരണമായിരുന്നു. പറഞ്ഞെന്നോ? ഇല്ല. അവരൊക്കെ അതുപോലെ സ്ഥിരപ്പെടുത്തി. മഅനയെ സ്ഥിരപ്പെടുത്തുന്നു, രൂപത്തെ നുഫവ്വിദു ഇലല്ലാഹ് നമുക്കറിയില്ല. അതിന്റെ രൂപം ചിന്തിക്കാൻ നമ്മളെ ബുദ്ധി പര്യാപ്തമല്ല. പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. മനസ്സിലായില്ലേ? പക്ഷെ അർത്ഥം അതാണ്. അർത്ഥത്തിൽ എന്തില്ല, അതല്ലാത്ത അർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ് തരണമായിരുന്നു. അവർ പറഞ്ഞു തരാത്തോടത്തോളം കാലം നമുക്ക് വേറെ അർത്ഥം പറയാൻ നമുക്ക് അവകാശമല്ല, അല്ലെ? വസ്സലാമുൻ അലൽ മുർസലീൻ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ ആയത്താണ്. എന്താ അതിന്റെ അർത്ഥം? സലാമുൻ അലൽ മുർസലീൻ, പ്രവാചകന്മാർ അന്യൂന്യരാണ്. പ്രവാചകന്മാരെ ഏൽപ്പിക്കപ്പെട്ട റിസാലത്തിന്റെ ദൗത്യത്തിൽ അവർ അന്യൂന്യരാണ്, അവർക്ക് ന്യൂനതയില്ല, അവർ പെർഫെക്റ്റ് ആയി നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ ഇബാർത്ത്, ഒന്നൊന്നല്ല, ഇമാമിങ്ങളുടെ ഇബാർത്ത് ധാരാളമുണ്ട്. സലഫു സ്വാലിഹുകൾ മുഴുവൻ പഠിപ്പിച്ച അഖീദയാണ് നമ്മൾ പറയുന്നത്. ഇമാം അബൂ ഹനീഫ് അല്ല, ഇമാം മാലിക് അല്ല, ഇമാം അഹ്മദ് അല്ല, ഇമാം ഷാഫി അല്ല, സലഫുകളിൽപ്പെട്ട ഒരൊറ്റ ഒരു ഇമാമും ആദ്യ 3 നൂറ്റാണ്ടിൽപ്പെട്ട അഹ്ലുസുന്നയുടെ ഒരു ഇമാമും ഇവർ പറയുന്ന വാദം പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും മാനയെ സ്ഥിരപ്പെടുത്തും, രൂപത്തെ എല്ലാരെയും ഇഷ്ടം പോലെ ആസാറുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ സലഫികൾ എന്ന് പറയുന്നതിന് വെറുതെ പറയല്ല. സലഫുകൾ വിശ്വസിച്ച വിശ്വാസം വിശ്വസിക്കുന്നതുകൊണ്ടാണ് സലഫി എന്ന് പറയുന്നത്. നമ്മളെ അഖീദ നമ്മൾ സ്വന്തം എടുത്തതല്ല, അല്ലെ? ആദ്യ 3 നൂറ്റാണ്ടിലുള്ള സഹാബത്തും താബീങ്ങളും അത്ബാ താബീങ്ങളും വിശ്വസിച്ച വിശ്വാസം എന്താന്ന് വളരെ വിശദമായി ഗ്രന്ഥങ്ങളിൽ സനദോടുകൂടി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതിലൊക്കെ അവരുടെ വിശ്വാസം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സനദോടുകൂടി സ്വഹീഹായ സ്ഥിരപ്പെട്ട അസറുകൾ. ഇമാം മാലിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു? ഇമാം ഷാഫിയുടെ വിശ്വാസം എന്തായിരുന്നു? സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? ഇമാം മുജാഹിദിന്റെ വിശ്വാസം എന്തായിരുന്നു? ഇമാം ഔസാഇന്റെ വിശ്വാസം എന്തായിരുന്നു? ഇമാം സുഫ്യാൻ സൗരിയുടെ വിശ്വാസം എന്തായിരുന്നു? സലഫുകളെ മുഴുവൻ അയിമ്മത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? നമുക്ക് ലഭ്യമാണ്.
ആ വിശ്വാസം എന്താണോ അതാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു അക്ഷരം, ഒരു ഹർഫ് നമ്മൾ പറയുന്നില്ല. അത് പോരാന്നാണ് ആരെ വാദം? ഈ അശ്ശരികളെ വാദം, ഈ മുത്തക്കല്ലിമീങ്ങളുടെ, ഈ വചനശാസ്ത്രത്തിന്റെ വക്താക്കളുടെ വാദം. അവരുടെ വാദം എന്താ അറിയോ? സലഫുകളുടെ വിശ്വാസം അത് അസ്ലമായിരുന്നു, സുരക്ഷിതമായിരുന്നു. നമ്മളെ വിശ്വാസം അഹ്കമാണ്, ഭയങ്കര യുക്തിപരമാണ്. അപ്പൊ യുക്തിപരമല്ലാത്തത് സുരക്ഷിതമായി. മനസ്സിലായോ? യുക്തിപരമല്ലാത്തതെന്ന് ആരുടെ വിശ്വാസം? സലഫുകളുടെ വിശ്വാസം. അത് യുക്തിപരമൊന്നുമല്ല, അത് യുക്തിയൊന്നുമില്ല, അത് വിവരമില്ലാത്ത അവരെന്തോ ആ അതാണ് അതാണ് പ്രശ്നം. യുക്തിപരമല്ലെങ്കിൽ സുരക്ഷിതാവോ? ഇല്ല. സുരക്ഷിതമല്ലാത്ത യുക്തിപരമാവോ? രണ്ടും ഇല്ല. ഇപ്പൊ നമ്മൾ പറയും സലഫിന്റെ വിശ്വാസമായിരുന്നു സുരക്ഷിതം, അതായിരുന്നു യുക്തിപരം. അവരെക്കാളും വലിയ യുക്തി വേറെ ആർക്കില്ല. അല്ലെ, അള്ളാഹ് ഖുർആനിൽ എത്ര സ്ഥലത്ത് ഉലുൽ അൽബാബ് അഫലാ യതഫക്കറൂൻ അല്ലെ അവലാ യഖിലൂൻ, ഈ ആയത്തൊക്കെ പ്രാവർത്തികമാക്കിയ ഏറ്റവും ഒന്നാമത്തെ ടീം ആരാ? സലഫുകളാണ്. അവരെക്കാളും ബുദ്ധി വേറെ ആർക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ അതാണ് പിന്നെ അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ അഖീദ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീനും അഖീദയും പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ, അതിൽ ഉറച്ച് നിലകൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഈമാനിലും തഖ്വയിലും നമ്മെ ഉറപ്പിച്ചു നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.